നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട രമ്യ ഹരിദാസാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് അതിഥിയായി. ഹലോ മലയാളത്തിൽ ലീഡേഴ്സ് മോർണിംഗിൽ. രമ്യ, ഗുഡ് മോർണിംഗ്. ഹലോ മലയാളത്തിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമസ്കാരമുണ്ട്. ഇന്ന് വളരെ തിരക്കേറിയൊരു ദിവസമാണ്. കാരണം ഇന്നും കൂടെ ഉള്ളൂ കൊട്ടിക്കലാശമാണ്. കൊട്ടിക്കലാശത്തിന്റെ തൊട്ട് മുൻപ് എന്താണ് പറയാനുള്ളത്? അതെ 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 വളരെ ഒരു ആവേശത്തിലാണ് നിലമ്പൂർ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുന്നണിയും പാർട്ടിയും പറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അതിൽ പങ്കാളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലമ്പൂരിലെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നത് ആര്യാടൻ ഷൗക്കത്ത് വരണം എന്നുള്ള ഒരു മനസ്സോടു കൂടിയാണ് നിലമ്പൂരുകാർ കാത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു വലിയൊരു ആവേശത്തിലാണ് ഇന്ന് കലാശക്കൊട്ടിലേക്ക് പോകുന്നത്. ഇപ്പം ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് അവർക്കൊരു ഭരണ തുടർച്ച, അതിന് ആ ഒരു മുദ്രാവാക്യമായിട്ട് അവർ പോവുകയാണ്. അപ്പം നിലമ്പൂർ അവരെ സംബന്ധിച്ച് ഈ ഒന്ന് ഭരണ തുടർച്ചയ്ക്ക് ശക്തി പകരുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷേ UDF സംബന്ധിച്ച് അങ്ങനെയല്ല. എല്ലാ ശക്തിയും വെച്ച് നമുക്ക് തിരിച്ചു വരണം. അപ്പോൾ അത്രത്തോളം നിർണായകവുമാണ്. ഇപ്പം കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിലെ എല്ലാ ജനങ്ങളും ഉറ്റുനോക്കുന്നത് നിലമ്പൂരിലേക്കാണ്. നമുക്കറിയാലോ, സാധാരണക്കാരുമായി ബന്ധപ്പെടുന്ന ഇടങ്ങളിലെല്ലാം വലിയ പ്രതിസന്ധിയിലൂടെയാണ് ജനങ്ങൾ കടന്നു പോകുന്നത്. ഏത് മേഖല എടുത്തു നോക്കിയാലും അത് നിലമ്പൂരിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ രാവിലെ മുതൽ സ്ക്വാഡ് കയറി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഭാഗമാകുന്ന ആളുകളാണ്. സ്ക്വാഡ് കയറുന്ന സമയത്ത് ഓരോ വീട്ടിലെത്തുമ്പോഴും ഓരോ അമ്മമാർക്കും ഉമ്മമാർക്കും പറയാനുള്ള കാരണങ്ങൾ വളരെ വളരെ വ്യത്യസ്തമായിക്കൊണ്ടാണ്. കഴിഞ്ഞൊരു 9 വർഷക്കാലം ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ദുരനുഭവങ്ങളെക്കുറിച്ച്, വീടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച്, പെൻഷനുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച്, PSC പരീക്ഷ എഴുതി കാത്തിരുന്നിട്ട് തൊഴിൽ കിട്ടാതെ ലിസ്റ്റിലുണ്ടായിട്ടും അവഹേളിക്കപ്പെട്ട് പ്രായം കഴിഞ്ഞു പോയതിൻ്റെ പരാതികളെക്കുറിച്ച്, അങ്ങനെ തുടങ്ങി നമ്മൾ ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം ഇതാണ് കേൾക്കുന്നത്. പിന്നെ അറിയാലോ, നിലമ്പൂരിലെ ഒരു വനവുമായി ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. മിക്ക ഭാഗങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും അവിടെയൊക്കെ വന്യജീവികളുടെ ആക്രമണം കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ. കൊച്ചു കുട്ടികളെ പോലും സ്കൂളിലേക്ക് അയക്കാൻ പ്രയാസമാണ്. കാരണം പേടിയാണ്, എവിടെ നിന്ന് ഏത് മൃഗമാണ് ഇറങ്ങി വരുന്നത് എന്നറിയില്ല. സന്ധ്യയ്ക്ക് കുഞ്ഞുങ്ങളെ ട്യൂഷന് വിടാനോ അല്ലെങ്കിൽ മറ്റ് കോച്ചിങ്ങിന് വിടാനോ കഴിയുന്നില്ല. അത്രയ്ക്കും പൊറുതിമുട്ടിയാണ് നിൽക്കുന്നത്. വേണ്ടത്ര രീതിയിലുള്ള ഫെൻസിങ്ങുകൾ ഇതുവരെ ഉണ്ടായില്ല. നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു വലിയ യാഥാർത്ഥ്യം വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോഴുണ്ട്. അപ്പം അത് ആര് കയറി ചെല്ലുമ്പോഴും ആ യാഥാർത്ഥ്യവും ആ സംഘടനകളും അവർ പങ്കുവെക്കുന്നുണ്ട്. അതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ ഞങ്ങളോട് അവർ പറയുന്നത്, കോൺഗ്രസ് UDF വരുമ്പോൾ ഒരു വലിയ മാറ്റമുണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾ ആര്യാടൻ ഷൗക്കത്തിനൊപ്പമാണ്. വരാൻ പോകുന്ന 2026 തെരഞ്ഞെടുപ്പിൽ UDF സർക്കാർ വരും. ആ പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതുകൊണ്ട് ഈ നിലമ്പൂരിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ അടുത്തൊരു വലിയൊരു ഇലക്ഷനിലേക്ക് നമ്മുടെ സംസ്ഥാനം പോവുകയാണ്. അപ്പോൾ ഒരു 8 മാസമോ 9 മാസമോ ഒക്കെ ഉള്ള ഒരു MLAക്ക് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കുന്നത്. പക്ഷേ നമ്മൾ ഇത്രയും കാലം കണ്ടതിൽ വെച്ച് എന്തുമാത്രം വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെട്ടു, എന്തുമാത്രം വിഷയങ്ങൾ അവിടെ ഉണ്ടായി. ഇതിനൊക്കെ പുറമെ നിലമ്പൂരുകാർ ഇതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതുമാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇന്നലത്തെ ഈ VV പ്രകാശിന്റെ വീട്ടിലെ സന്ദർശനമൊക്കെ, M സ്വരാജിന്റെ സന്ദർശനമൊക്കെ, അത് UDF ക്യാമ്പ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതിനെ ഒരു വിവാദമാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് ഇടതു സാറിന് തൊട്ട് മുൻപ് ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തന്നെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വിഷയങ്ങളാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നിലമ്പൂർ ബസ് സ്റ്റാൻഡിലേക്കോ ചന്തക്കുന്നിലേക്കോ വഴിക്കടവ് അങ്ങാടിയിലോ എടക്കര ടൗണിലേക്കൊക്കെ ചെല്ലുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കടകൾ കയറിയ സമയത്ത് പോലും വ്യാപാരികൾ പോലും പറയുന്ന പ്രയാസങ്ങൾ, നമ്മളൊന്നും ഒരിക്കലും ചിന്തിക്കാത്ത പല കാരണങ്ങളാൽ പൊറുതിമുട്ടിയിട്ടാണ് നിലമ്പൂരുകാരും കേരളത്തിലെ സാധാരണ ജനങ്ങളും ജീവിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രയെത്ര പഞ്ചായത്തുകളിലേക്ക് പട്ടികജാതി പട്ടികവർഗ ഊരുകളിലെ ആളുകൾ സ്വന്തം വീടിൻ്റെ തൊട്ടടുത്ത്, കാരണം കിടന്നുറങ്ങുന്ന ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് ഒരു ഷീറ്റ് വിരിച്ചാണ് കിടക്കുന്നത്. സത്യത്തിൽ നമുക്ക് ഒരു പേടിയാണ് തോന്നിയത്. കാരണം അവരൊക്കെ കൈക്കുഞ്ഞുങ്ങളെയും 50-51 ദിവസം ജനിച്ച് പ്രായമായ കുഞ്ഞിനെയൊക്കെ വെച്ച് അങ്ങനെയുള്ള ഒരു തേക്കിൻ്റെ തോട്ടത്തിലും
കാട്ടിൻ്റെ ഓരത്തുമൊക്കെ ജീവിക്കുന്നവരുടെ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ കൈത്താങ്ങാകാൻ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ച് ഈ രാഷ്ട്രീയം പറയുന്നതിനോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ഇന്നത്തെ വികസന മുരടിപ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്, രാഷ്ട്രീയപരമായി തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ രാഷ്ട്രീയ പ്രചരണങ്ങളും പോകുന്നത്. ആ ചർച്ച വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് പറയുന്നത്, അത് ഒരു വ്യക്തി എന്നുള്ളതല്ല, ഈ തെരഞ്ഞെടുപ്പ് വരാനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചും കേരളത്തിൽ ഇന്ന് ഭരണം നടത്തുന്നവരുടെ പോരായ്മകളെക്കുറിച്ചും അവർ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതിനെ കുറിച്ചുമുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുക. അല്ലാതെ മറ്റൊരു തരത്തിലേക്കുള്ള ചർച്ചകളിലേക്കൊന്നുമല്ല പോകുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഇത്രയധികം പൊറുതിമുട്ടി പോകുന്ന ജനങ്ങൾക്കരികിലൂടെ വോട്ട് ചോദിച്ച് ചെല്ലുന്ന സർക്കാരിൻ്റെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കും. പല വീടുകളിൽ ചെല്ലുമ്പോൾ അവർക്കുണ്ടാകുന്ന, അവരോട് ചോദ്യം ചോദിക്കുമ്പോൾ ഭരണത്തിൽ ഇരിക്കുന്ന പാർട്ടിക്കാരും അവരുടെ ജനപ്രതിനിധികൾക്കും മറുപടി പറയാൻ കഴിയാതെ വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നു എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യമാണ്. അപ്പം അതിനിടയിൽ ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ കോൺഗ്രസ് വരുന്ന ഒരു ആശ്വാസമായിരിക്കും, UDF വരുമ്പോൾ ഒരു ആശ്വാസമായിരിക്കും എന്ന് കരുതിയിട്ടാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്. ആ ജനങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും മനസ്സും വോട്ടും ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം കൈപ്പത്തിക്കൊപ്പം തന്നെയാണ്. യെസ് രമ്യ, ഇപ്പം നിലമ്പൂരിൽ ഒരു തിരഞ്ഞെടുപ്പിന് തന്നെ കാരണമായത് PV അൻവറാണ്. ഇപ്പോൾ PV അൻവർ ജയിക്കില്ല, പക്ഷേ PV അൻവർ പലരുടെയും ജയപരാജയങ്ങളെ നിർണ്ണയിക്കുമെന്നാണ് നിലമ്പൂരിൽ നിന്നുള്ള രാഷ്ട്രീയ നിരീക്ഷകരുടെ പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. ഇത് എങ്ങനെ നോക്കിക്കാണുന്നു രമ്യ? കാരണം ഈ തെരഞ്ഞെടുപ്പ് എന്തായാലും പ്രഖ്യാപിച്ചല്ലോ ഏത് സാഹചര്യങ്ങൾ കൊണ്ടാണ് എങ്ങനെയാണ് എന്നുള്ളത്. ഇനി ആ തെരഞ്ഞെടുപ്പിലെ എന്താ പറയുക, തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നമ്മൾ ഏറ്റവും ശക്തമായി മുന്നിട്ട് കയറിക്കൊണ്ടാണ് UDFൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പുകളും UDFൻ്റെ ക്യാമ്പയിനുകളും ഇന്ന് അവസാന നിമിഷം വരെയുള്ള കലാശക്കൊട്ടും വളരെ കൃത്യമായി തന്നെയാണ് UDF സംവിധാനം അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ നിലമ്പൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി, നിലമ്പൂർ നഗരസഭയുടെ ചെയർമാനായി ദീർഘകാലം വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു സ്ഥാനാർത്ഥിയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇന്ത്യയിലെ ആദ്യത്തെ സാക്ഷരതാ ഗ്രാമമായി നിലമ്പൂർ ഗ്രാമത്തിനെ 4ാം തരം തുല്യത പരീക്ഷ എഴുതിച്ച് 60 വയസ്സായ ആമിനുമ്മ വരെ പരീക്ഷ എഴുതി വിജയിച്ച് ദേശീയ തലത്തിൽ സാക്ഷരതാ ലെവലിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയിരിക്കുന്ന ഗ്രാമം ഏതാന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമം അത് നിലമ്പൂർ ഗ്രാമമാണ്. അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ ഊരുകളിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒപ്പത്തിനൊപ്പം പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് എത്തിച്ച് വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞു കൊടുത്ത പദ്ധതി നടപ്പിലാക്കിയ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. 10ാം തരം തുല്യത പാസ്സാവാത്തത് കൊണ്ട്, ജോലി കിട്ടാത്തത് കൊണ്ടും, പല സാഹചര്യങ്ങളാൽ വിവാഹം ചെയ്യപ്പെടുകയും പല പ്രതിസന്ധികളിലും പഠനം മുടങ്ങിപ്പോയ ആളുകൾക്ക് ആ വിദ്യാഭ്യാസം നേടിക്കൊടുത്ത ഒരു നഗരസഭയുടെ ചെയർമാനാണ്. ആരോഗ്യ മേഖലയിലേക്ക് സൗഖ്യം എന്ന് പറയുന്ന ഒരു പദ്ധതി കൊടുത്ത ഒരു നഗരസഭയുടെ ചെയർമാനാണ്. ഗവൺമെൻറ് സ്കൂളുകളുടെ മുഖച്ഛായ മാറിയാൽ മാത്രം പോരാ, അവിടെ കുഞ്ഞുങ്ങളുടെ മാനസികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിലേക്ക് അവർക്ക് കൈത്താങ്ങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഏകോപിപ്പിച്ച് അതിനകത്ത് IT മേഖലയാകട്ടെ, യോഗ പരിശീലനമാകട്ടെ, അതോടൊപ്പം ഇംഗ്ലണ്ടിൽ നിന്ന് പോലും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന വോളണ്ടിയർമാർ അധ്യാപകരായി പരിശീലനം കൊടുത്ത സദ്ഗമയ പദ്ധതികൾ പോലെയുള്ള പദ്ധതികൾ നടപ്പിലാക്കിയ ഒരു നഗരസഭയുടെ ചെയർമാന് ആണ് ഞങ്ങളുടെയൊക്കെ സ്ഥാനാർത്ഥി. അപ്പോൾ അത്രയധികം ദീർഘവീക്ഷണത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ഒരു 10 വർഷക്കാലം പഞ്ചായത്ത് പ്രസിഡന്റും നഗരസഭയുടെ ചെയർമാനുമായി അദ്ദേഹം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങളുടെയൊക്കെ പഞ്ചായത്തുകളിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ കൂടിയാണ്. രമ്യ, ഒരൊറ്റ കാര്യം കൂടി ചോദിക്കാം, കാരണം എനിക്കറിയാം ഇപ്പോൾ രമ്യ തിരക്കിലാണ്, ഇനി സ്ക്വാഡ് വർക്കിനൊക്കെ അടക്കം ഇറങ്ങേണ്ടതുണ്ട്, കാരണം ഇന്ന് ഭയങ്കര തിരക്കുള്ള ഒരു ദിവസമാണ്. അപ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കാം, കാരണം ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നിലമ്പൂരിലുണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ മനുഷ്യ വന്യജീവി സംഘർഷമുണ്ട്, ഒരാൾക്ക് ഈ തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തന്നെ ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട്. അങ്ങനെ അനവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് നിലമ്പൂർ ജനത. അതിനൊപ്പം തന്നെ എന്തുകൊണ്ട് നിലമ്പൂരിൽ ഒരു ഉപതിരഞ്ഞെടുപ്പ് വന്നു, എന്തുകൊണ്ട് PV അൻവറിന് രാജിവെക്കേണ്ടി വന്നു, എന്തുകൊണ്ട് അൻവർ പിണറായിസത്തിലും മരുമോനിസത്തിലെയും കുറിച്ച് പറയുന്നു, ഇപ്പോൾ എന്തുകൊണ്ട് PV അൻവർ സതീശനിസം എന്നൊരു കാര്യം ഉന്നയിക്കുന്നു, ഈ വിഷയങ്ങളെല്ലാം നിലമ്പൂരുകാരെ ബോധ്യപ്പെടുത്താൻ UDF ക്യാമ്പിന് സാധിച്ചിട്ടുണ്ടോ? കാരണം നിലമ്പൂരുകാർ പൊളിറ്റിക്കലാണ്.
നിലമ്പൂര് കൃത്യമായിട്ടുള്ള UDF മുന്നോട്ട് വെച്ചിരിക്കുന്ന ചർച്ച രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ രാഷ്ട്രീയത്തിനോടൊപ്പം സാധാരണക്കാരായിരിക്കുന്ന ജനങ്ങളുടെ വിഷയം കൂടി ഇതിനകത്ത് ജനങ്ങൾ തന്നെ ചർച്ച ചെയ്യാണ്. UDFകാരോട് വന്യമൃഗ ആക്രമണത്തിനെ കുറിച്ച് ജനങ്ങൾ തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ 9 വർഷക്കാലമായി ഈ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന് അതിനൊരു പരിഹാരം കാണാൻ കഴിയാതെ പോയി എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യമാണ്. 9 വർഷമെന്ന് പറയുന്നത് ഒരു വലിയ കാലയളവാണ്. വന്യജീവികളുടെ ഇടയിൽ നിന്ന് മനുഷ്യരെ സംരക്ഷിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു സർക്കാർ ആയിരുന്നുവെങ്കിൽ കഴിഞ്ഞ 9 വർഷക്കാലം അവരുടെ മുൻപിൽ സമയമുണ്ടായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വീടുകളിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ ജനപ്രതിനിധികൾ കയറി ചെല്ലുമ്പോൾ ഇതെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പം ഇത് ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ ആ ഇടതുപക്ഷ ക്യാമ്പുകളിൽ നിന്ന് ചെല്ലുന്നവർ വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാഴ്ച കാണുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അതിനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നിലമ്പൂരുകാരെ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ആ രാഷ്ട്രീയ പ്രചരണവും അതോടൊപ്പം തന്നെ വിഷയാടിസ്ഥാനത്തിലുള്ള വികസനങ്ങളും ചർച്ച ചെയ്തുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. നമ്മുടെ മുൻപിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ പോത്തുകല്ലിലുണ്ടായിരുന്ന വിഷയങ്ങൾ, കവളപ്പാറ ദുരന്തത്തിൽ പ്രയാസം അനുഭവിച്ചവർ, കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങളൊക്കെ സ്ക്വാഡ് കയറാൻ പോയതാ. അവിടെയുള്ള ആളുകളുടെയൊക്കെ വീടുകൾ ഉപേക്ഷിക്കപ്പെട്ടു പോയിട്ട് അവർക്ക് ഈ സമയം വരെ പല ആളുകളുടെ വീടുകളുടെ മുൻപിൽ ചെന്ന് ഇടതുപക്ഷ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ആളുകളുടെ മുൻപിൽ ചെന്നപ്പോൾ പോലും ഒരാശ്വാസ വാക്ക് പോലും ഉണ്ടായിട്ടില്ല. അവിടെയെല്ലാം താങ്ങും തണലുമായി ഓടിയെത്തുവാൻ ഒരു ജനപ്രതിനിധിയെ പോലെ ഉണ്ടായിരുന്ന ആളാണ് ആര്യാടൻ ഷൗക്കത്ത്. കഴിഞ്ഞ 9 വർഷക്കാലവും അദ്ദേഹം ഈ മണ്ഡലത്തിൽ തന്നെ, അല്ലെങ്കിൽ അദ്ദേഹം ജനിച്ച നാൾ മുതൽ ഈ മണ്ഡലത്തിൽ തന്നെ നിന്ന് നിലമ്പൂരുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും നിലമ്പൂരിൻ്റെ ശബ്ദമായിട്ട് മാറുകയും ചെയ്ത വ്യക്തിയാണ്. ആ ആര്യാടൻ ഷൗക്കത്താണ് ഞങ്ങളുടെ ജനപ്രതിനിധിയായി വരേണ്ടത് എന്ന് പറയുന്നത്. ആ കവളപ്പാറ ദുരന്തത്തിൽ ബാക്കി ഇവിടെ ജീവൻ അവശേഷിക്കപ്പെട്ടിരിക്കുന്ന കുടുംബാംഗങ്ങളാണ്. നമ്മുടെ പ്രളയത്തിൽ ഒലിച്ചു പോയിരിക്കുന്ന ആ പട്ടികവർഗ ഊരിലെ ആളുകളാണ്. ഞങ്ങൾക്ക് ആകെ ഒരാളെ അറിയുള്ളൂ, അത് ആര്യാടൻ ഷൗക്കത്താണ് എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളാണ്. എന്തുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിന് അത്തരം ഒരു സ്ഥലത്ത് പോകാൻ കഴിഞ്ഞില്ല? അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഈ കഴിഞ്ഞ 9 വർഷക്കാലവും ഒരു ജനപ്രതിനിധി അല്ലാതിരുന്നിട്ട് പോലും ഒരു ജനപ്രതിനിധിയേക്കാൾ മികച്ച പ്രവർത്തനങ്ങളുമായിട്ട് കൂടെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഈ ജനങ്ങൾ നോക്കി കണ്ടിട്ടുണ്ടായിരുന്നു. ആ വോട്ടുകളെല്ലാം ആര്യാടൻ ഷൗക്കത്തിൻ്റെ വലിയ ഭൂരിപക്ഷത്തിലേക്കുള്ള വിജയത്തിനായിരിക്കും എന്നുള്ളത് ന്യൂസ് മലയാളത്തിലെ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ രമ്യ, അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്കൊപ്പം ചേർന്നതിന്, ഈ തിരക്കിനിടയിൽ നമുക്കൊപ്പം ചേർന്നതിന് താങ്ക് യു. നല്ലൊരു ദിവസം കൂടി. താങ്ക് യു സേതുലക്ഷ്മി. ഓക്കെ രമ്യ, ശരി.